നമ്മളെപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഏതെങ്കിലും അവസരങ്ങളില് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തില് നമ്മളെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോവാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ മനസ്സേ ഉള്ളൂ. ആ മനസ്സ് നമ്മുടെ മനസ്സ് തന്നെയാണ്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മുന്നോട്ട് പോകുന്ന ഓരോ വേളയിലും ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. നമ്മളൊപ്പം ഉണ്ടാവുന്നത് നമ്മൾ തന്നെയാണ്. അതിനുവേണ്ടി നമ്മളെ മനസ്സിനെ അതിനുവേണ്ടി പ്രാപ്തമായിരിക്കണം എന്നതാണ്. ഓക്കെ, അല്ലാത്തതും കാര്യം നമുക്ക് ഒരിക്കലും വിജയം വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പലരും ചെയ്യുന്ന തെറ്റാണ്. ഈ 99% പേരും ചെയ്യുന്ന തെറ്റാണ് നമ്മളെ മനസ്സിലാക്കാത്തത് പോലെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പല കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണത്. ഓക്കെ, മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാജയത്തേക്ക് പോകാനുള്ള കാരണം പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാതെ തന്നെയാണ്. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു 4 ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് കാണുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാം ടെക്നിക്കാണ് നമ്മൾ എല്ലായ്പ്പോഴും സെൽഫ് ടോക്ക് നടത്താറുള്ളത്. പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക്. എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിററിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഈ സെൽഫ് ടോക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ് കാണാൻ സാധിക്കും. നമ്മളുടെ ആ ഒരു പ്രവൃത്തി, നമ്മളുടെ ആക്ഷൻസിന്. ഇനി രണ്ടാമത്തെ കാര്യമാണ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. അതായത് എനിക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ ഞാൻ ആ കാര്യത്തെ അംഗീകരിക്കാൻ പഠിക്കുന്നത് വേണം. അംഗീകരിക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ആ കാര്യം പിന്നീട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നെക്സ്റ്റ് ടൈം അത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയാണ് മൂന്നാമത്തെ കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം. എന്താണ് മൂന്നാമത്തെ കാര്യം? അതായത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ബിഗ് മിസ്റ്റേക്കാണ് കമ്പാരിസൺ. ഓക്കെ, നമുക്കില്ലാത്തൊരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ പറ്റും. നമുക്ക് ആ സ്കില്ല് പഠിച്ചെടുത്താൽ പറ്റും എന്നുള്ളതാണ്. എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആ കഴിവ് ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മളെ കൊണ്ട് ഒന്നും കഴിയാൻ സാധിക്കില്ല എന്നുള്ളതല്ല. ഓക്കെ, മറ്റൊരാളുമായിട്ടുള്ള കാര്യം സ്വയം മനസ്സിൽ ചെയ്യാം. ഈ നെഗറ്റീവുള്ളത്തോളം കാര്യം ഒരിക്കലും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്ട്രെങ്ത് എന്താ, എൻ്റെ വീക്ക്നെസ് എന്താ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങളുടെ വീക്ക്നെസ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇല്ലാത്തതും കാര്യം കമ്പാരിസൺ തുറന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഓക്കെ, ആ വീക്ക് പോയിന്റും സ്ട്രെങ്ത് പോയിന്റ് അറിയുന്ന വ്യക്തിക്ക് കമ്പാരിസൺ ഉണ്ടാവില്ല. ഓക്കെ, ഇനി നാലാമത്തതും അവസാനത്തെ പോയിന്റ് ആണ്, നല്ല രീതിയിൽ നിങ്ങൾ ഒരു കാര്യം, ഇപ്പോൾ ഏതൊരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ലേ? ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, നെഗറ്റീവ് സൈഡ് ഒഴിവാക്കിയിട്ട് എന്തൊരു കാര്യത്തെയും പോസിറ്റീവായിട്ടുള്ള ആക്റ്റോട് കൂടിയിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി നമ്മോട് സംസാരിച്ചില്ല എന്ന് വിചാരിക്കാം. ആ വ്യക്തി നല്ല രീതിയിൽ എന്നെ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ ആൾ വളരെ മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആളുണ്ടാണ്ടിരിക്കല്ല ചെയ്യുന്നത്. അങ്ങനെ ആൾക്ക് അഹങ്കാരം ഉണ്ടാവാം, ആൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവും കാര്യങ്ങളുണ്ടാവാം. വീണ്ടും സംസാരിക്കാനുള്ള ഒരു അപ്രോച്ച് നമ്മുടെ ഭാഗത്തുണ്ടാവാം. ഈഗോസ്റ്റിലായിട്ടിരിക്കാതിരിക്കാം. അപ്പൊ അതാണ് പറഞ്ഞത്, ഈഗോസ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് അത്രയും നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡിൽ നിന്നാണ്. ഓക്കെ, പോസിറ്റീവായിട്ട് ഈഗോ ഉണ്ടെങ്കിൽ പോലും നെഗറ്റീവായിട്ട് ഈഗോ നോക്കിയിട്ട് നമ്മൾ അറിയാവുന്നത്. അതുകൊണ്ട് പറഞ്ഞത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു ഉപകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. നമ്മുടെ മനസ്സിന് എന്താ വേണ്ടതെന്ന് നമുക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ തീർച്ചയായിട്ടും 4 കാര്യങ്ങൾ പറ്റാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ കൃത്യമായിട്ട് വിജയിക്കാൻ സാധിക്കും.
ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവർക്ക് ഒരിക്കലും ഈ ഒരു കാര്യം എവിടെ നിന്ന് കിട്ടണം നിർബന്ധമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.